സിദ്ദീഖിനായിരിക്കണം മന്ത്രിസ്ഥാനം കിട്ടുക എന്നുള്ളത്. മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ അത് കൽപ്പറ്റ സിദ്ദീഖിനാണ് കിട്ടേണ്ടത്. അത് IC ബാലകൃഷ്ണനായിരിക്കും. സിദ്ദീഖായിരിക്കാൻ ചാൻസ്. അത് IC ബാലകൃഷ്ണനായിരിക്കും. അവിടെ മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാൻ പറ്റുള്ള ആൾക്കാരൊന്നുമില്ല. വയനാട്ടിലേക്ക് ഒരു മന്ത്രി എത്തുകയാണെങ്കിൽ അതാരായിരിക്കും എന്നാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ജനങ്ങളോട് ചോദിക്കാം. മന്ത്രിസ്ഥാനം വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ സിദ്ദീഖിന് കിട്ടണമെന്നാണ് ഒരു അഭിപ്രായം. മന്ത്രി ഉണ്ടായാലും ചിലപ്പോൾ സിദ്ദീഖായിരിക്കും. നമുക്കൊരു ST വകുപ്പ് മന്ത്രി വേണം എന്തായാലും. IC ബാലകൃഷ്ണൻ എന്തായാലും മന്ത്രിയാവണം. സിദ്ദീഖിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. വയനാട്ടിലും സിദ്ദീഖ്. അവിടെ മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാൻ പറ്റുള്ള ആൾക്കാരൊന്നുമില്ല. അതേപോലെ തന്നെ വയനാട്ടിലെ സിദ്ദീഖ് തന്നെ മന്ത്രി മറ്റേ 4 വർഷം ജയിച്ചല്ല ആര് നമ്മുടെ ഐസ് അയ കൊടുക്കണം. അത് ഇപ്പോൾ കിട്ടുകയാണ്. IC ബാലകൃഷ്ണനാണ് ഇവിടെ ആദ്യം മുതലേ ഉള്ളത്. ആ സീനിയോറിറ്റി അതങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾക്കായിരിക്കും. സിദ്ദീഖും കുഴപ്പമില്ല. അത് സിദ്ദീഖ്, അതാണ് അഭിപ്രായം. മന്ത്രിസ്ഥാനം പിന്നെ കൽപ്പറ്റ സംബന്ധിച്ച് സിദ്ദീഖാണ് നമുക്ക് താല്പര്യം. ഒന്നിലെ IC കിട്ടും അല്ലെങ്കിൽ സിദ്ദീഖ്. ചാൻസ് കൂടുതൽ സിദ്ദീഖിനാണ്. അത് നേതൃത്വം തീരുമാനിക്കട്ടെ, അതതിൻ്റെ ശരി. സിദ്ദീഖിന് കിട്ടണമെന്നാണ്. അത് കൽപ്പറ്റക്ക് ഒരു മന്ത്രിയാവും കിട്ടണമെന്നാണ് താല്പര്യം. സിദ്ദീഖ് ആവണമെന്നാണ്. സിദ്ദീഖാണല്ലോ ഭൂരിപക്ഷം കൂടുതൽ. അത് നല്ലതായിരിക്കും. സിദ്ദീഖിന് ചാൻസ് ഉണ്ട്. സിദ്ദീഖിനായിരിക്കണം മന്ത്രിസ്ഥാനം കിട്ടുക എന്നുള്ളത്. വയനാട്ടിൽ സീനിയോറിറ്റി ബേസിൽ മന്ത്രി സ്ഥാനം വരണമെന്ന് ആഗ്രഹിക്കുന്നു. IC സിദ്ദീഖായിരുന്നു. ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സിദ്ദീഖ് അല്ലേ? നമ്മളെ കൽപ്പറ്റക്കാരനും കൂടിയല്ലേ, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണല്ലോ. അപ്പോൾ അദ്ദേഹം വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. വയനാട്ടിൽ മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ അത് കൽപ്പറ്റ സിദ്ദീഖിനാണ് കിട്ടേണ്ടത്. സിദ്ദീഖായിരിക്കാൻ ചാൻസ്. അത് IC ബാലകൃഷ്ണനായിരിക്കും. ഇനി അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം എന്തായാലും അർഹതപ്പെട്ടതാണ് എന്ന് മാത്രമല്ല അദ്ദേഹം വേറൊരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു വക്താവും കൂടിയാണ്.